ഇന്ന് നമുക്ക് നല്ലൊരു സിമ്പിൾ റെസിപ്പി ട്രൈ ചെയ്യാം. മോര് കാച്ചിയതാണ്, പക്ഷേ ഇത് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഇതെൻ്റെ മോളുടെ റെസിപ്പിയാണ്. അപ്പോൾ അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. നമ്മൾ ആദ്യം ഒരു ജാർ എടുത്ത് വെച്ച് അതിലേക്ക് കുറച്ച് തേങ്ങ ഒരു കപ്പോ 1.5 കപ്പോ ഇടാം കേട്ടോ. ഞാനിവിടെ 1.5 കപ്പ് ഇട്ടു. പിന്നെ ഒരു 3-4 ഉള്ളി, അതിപ്പോൾ 3 4 ചെറിയ ഉള്ളി കേട്ടോ. പിന്നെ ഇതേമാതിരി ഒരു വെളുത്തുള്ളി, ഇഞ്ചി ഒരു കഷ്ണം. പിന്നെ വെളുത്തുള്ളി ഞാൻ കുറച്ചാണ് എടുത്തത്, പക്ഷേ ഇതിലും കൂടുതൽ വേണമെങ്കിൽ എടുക്കാം കേട്ടോ. വെളുത്തുള്ളി ഇഷ്ടമുള്ളവർക്ക് നല്ല ഇഷ്ടമാവും. പിന്നെ ഒരു 3-4 പച്ചമുളക്, പിന്നെ കുറച്ച് ജീരകം, ഒരു 1/2 ടീസ്പൂൺ ജീരകം, 1 ടീസ്പൂൺ വരെ ഇടാം കേട്ടോ, അതൊന്നും കുഴപ്പമില്ല. ഇതെല്ലാം കൂടി നല്ല സ്മൂത്തായിട്ട് നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കുക. ഈ അരച്ചെടുത്തതിനെ ഞാൻ ഒരു കൽച്ചട്ടിയിലേക്ക് ഒഴിച്ച് കുറച്ച് വെള്ളം കൂടി അതിൽ കലർത്തിയിട്ട് ഇതിലോട്ട് ഒഴിക്കുക കേട്ടോ. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് കുറച്ച് മോര് നല്ല പുളിയുള്ളതാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. എൻ്റെ അടുത്തുള്ള തൈര് അത്രയ്ക്ക് പുളി ഉണ്ടായിരുന്നില്ല. അതും കൂടി ഇതിലോട്ടിട്ടിട്ട് നല്ല പോലെ മിക്സ് ചെയ്യുക. തൈരും ഞാൻ ഏകദേശം 1.5 കപ്പ് എടുത്തു കേട്ടോ. അത് കുറച്ച് കൂടിയാലൊന്നും കുഴപ്പമില്ല, പക്ഷേ പുളിച്ചതാണെങ്കിൽ ഇനിയും ടേസ്റ്റാണ്. ഇവിടെ ഞാനെടുത്ത തൈര് അത്രയ്ക്ക് പുളിച്ചിട്ടില്ല. എന്നിട്ടിത് നല്ല പോലെ മിക്സ് ചെയ്യണം. ഇത് മിക്സ് ചെയ്ത ശേഷം നമ്മൾ ഇതിലോട്ട് പാകത്തിന് മഞ്ഞൾപ്പൊടി ഇട്ട ശേഷമാണ് നമ്മളിത് അടുപ്പത്തോട്ട് വയ്ക്കുക. ഇതിലേക്ക് ഞാൻ പാകത്തിന് ഉപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് സ്റ്റൗ കൊളുത്തി അടുപ്പത്തോട്ട് വയ്ക്കാം. ഞാൻ കുറച്ചുകൂടി മഞ്ഞൾപ്പൊടി ഇട്ടു. എന്താ വെച്ചാൽ നല്ല കളറ് കിട്ടാൻ വേണ്ടിയിട്ട്, മോര് കാച്ചിന് നല്ലൊരു കളറ് വേണമല്ലോ, അതിന് വേണ്ടി ഇട്ടതാണ് കേട്ടോ. ഇനി നമ്മൾ ഇത് ഇളക്കിക്കൊണ്ടേയിരിക്കണം, കാരണം ഇളക്കൽ വിടാൻ പാടില്ല, മോര് പിരിയാതിരിക്കാനാണ്. പിന്നെ ഇത് തിളയ്ക്കാൻ പാടില്ല കേട്ടോ. നമ്മൾ ഒരു നല്ല ചൂട് വരുന്ന സമയത്ത് തന്നെ ഇത് ഓഫ് ചെയ്തിടണം. അതാണ് ഈ മോര് കാച്ചിൻ്റെ പാകം. അപ്പം നമ്മുടെ മോര് കാച്ചിയത് ഇത് ഇവിടെ നല്ലോണം ചൂടായിട്ടുണ്ട് കേട്ടോ, തിളയ്ക്കരുത്. അപ്പം നമുക്കിത് വാങ്ങി വെച്ച് ഇതിലേക്ക് ഒരു വറവ് തയ്യാറാക്കാം. ഇനി നമ്മൾ പാന് ചൂടാവുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. പിന്നെ കടുക്, കറിവേപ്പില ഇത് രണ്ടും ഇടുക. പിന്നെ വേണമെങ്കിൽ മുളക് പൊട്ട് ഇടാം കേട്ടോ. ഞാൻ മുളകിൻ്റെ പൊട്ടിട്ടില്ല. പിന്നെ നമ്മൾ ഇതിലേക്ക് കടുക് നല്ലോണം പൊട്ടിക്കഴിയുമ്പോൾ കുറച്ച് ഉലുവപ്പൊടി, കുറച്ച് കായപ്പൊടി ഇടുക കേട്ടോ. കരിയരുത്. ഇട്ട ഉടനെ തീ ഓഫ് ചെയ്ത ശേഷം ഇട്ടാൽ മതി. അപ്പോൾ ഒരു മിനിറ്റ് കൊണ്ട് രണ്ടും നല്ല ചുവന്ന കളറാവും. അപ്പം നമ്മുടെ ടേസ്റ്റി മോര് കാച്ചിയത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. ഇഷ്ടമായാൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ഞാൻ കുറച്ച് കറിവേപ്പില കൂടി ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ കൂടെ ഒരു പൊട്ടറ്റോ ഉപ്പേരിയോ, വെജിറ്റേറിയൻസ് ആണെങ്കിൽ, അല്ലെങ്കിൽ ഒരു മീൻ വറുത്തതോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഇതിൻ്റെ രുചി ഒന്നുകൂടി കൂടുകയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.